ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയൊരു മാറ്റത്തിന് വഴിവെക്കുന്ന ഇന്ത്യൻ US വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരേപോലെ ഗുണകരമാകുന്ന ഈ കരാറിലെ പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ കരാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത താരിഫ് അഥവാ ഇറക്കുമതി നികുതിയിലുണ്ടായ കുറവാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന 25% നികുതി ഇപ്പോൾ 18% കുറഞ്ഞു. ഇതിനർത്ഥം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇനി കുറഞ്ഞ ചെലവിൽ അമേരിക്കയിൽ വിൽക്കാൻ സാധിക്കുമെന്നതാണ്. കൂടാതെ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന അധിക നികുതികളും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ഈ പുതിയ കരാർ അവർക്ക് ഇന്ത്യൻ വിപണിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയിലുണ്ടായ 800 പോയിന്റ് വർധനവ് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാകുമെന്നതാണ്. ഈ കരാർ മൂലം പ്രധാനമായും നേട്ടമുണ്ടാക്കാൻ പോകുന്ന ചില സെക്ടറുകൾ ഇവയാണ്. ഒന്നാമതായി ടെക്സ്റ്റൈൽ സെക്ടർ. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടുകൂടി ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള പല ഓഹരികളിലും വലിയ ചലനമുണ്ടായേക്കാം. രണ്ടാമതായി നോക്കുകയാണെങ്കിൽ സീ ഫുഡാണ്. ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതിയുടെ പകുതിയോളം പോകുന്നത് അമേരിക്കയിലേക്കാണ്. നികുതി കുറയുന്നത് ഈ മേഖലയിലുള്ള കമ്പനികൾക്കും ഗുണകരമാകും. പിന്നീട് വരുന്നത് IT സെക്ടറാണ്. വിസ ഫീസുകളിലോ നിബന്ധനകളിലോ ഇളവ് ലഭിച്ചാൽ അത് IT സെക്ടറിലെ കമ്പനികൾക്കും വലിയൊരു ആശ്വാസമാകും. അമേരിക്ക ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ ആ വിപണി പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ലഭിച്ച സുവർണാവസരമാണിത്. ഇത് നമ്മുടെ ഉൽപ്പാദന മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകും. ചുരുക്കത്തിൽ രൂപയുടെ മൂല്യം ശക്തിപ്പെടാനും കമ്പനികളുടെ ലാഭം വർദ്ധിക്കാനും ഈ കരാർ കാരണമായേക്കാം. അതിനാൽ ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് അനലിസ്റ്റുകൾ ഇതിനെ കാണുന്നത്. ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.